നമസ്കാരം. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്തുന്ന വികസന വീതിയിൽ വിജയ കേരളം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിൽ ആലപ്പുഴ, തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് എന്നീ മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ പരിചയപ്പെടാം. കായലും കടലും കനാലുകളും ഇഴകിച്ചേർന്ന് കിടക്കുന്ന കിഴക്കിൻ്റെ വെന്നീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴ സഞ്ചാരികളുടെ പറുദീസയായ ഈ നാടിന്ന് വികസനത്തിൻ്റെ പുതിയ തീരങ്ങൾ തേടുകയാണ്. കേരള സർക്കാരിൻ്റെ ഇച്ഛാശക്തിയും കിഫ്ബിയുടെ സാമ്പത്തിക പിന്തുണയും ആലപ്പുഴയുടെ സമഗ്ര മുന്നേറ്റത്തിന് കരുത്തേകുന്നു. ആലപ്പുഴ നഗരത്തിൻ്റെ ജീവനാഡികളാണ് ഇവിടുത്തെ കനാലുകളും കുടിവെള്ള സ്രോതസ്സുകളും. കാലങ്ങളായുള്ള കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണാനും കനാലുകൾ നവീകരിച്ച് ജലഗതാഗതം സുഗമമാക്കാനും കനാലുകൾക്ക് കുറുകെ പുതിയ പാലങ്ങൾ നിർമ്മിച്ച് യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കാനും സർക്കാർ നടപ്പാക്കുന്ന ബൃഹത് പദ്ധതികളെക്കുറിച്ച് MLA വിശദീകരിക്കുന്നു. ആലപ്പുഴ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലമായി ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒട്ടനവധി വികസന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ കിഫ്ബി പദ്ധതി മുഖാന്തരം കഴിയുന്നു എന്നുള്ളതാണ് വസ്തുത. കുടിവെള്ളത്തിന് വേണ്ടി മാത്രം 299 കോടി രൂപയാണ് കിഫ്ബി പദ്ധതി പ്രകാരം ഇപ്പോൾ നടപ്പിലാക്കി വരുന്ന ഒരു വർഷക്കാലത്തിനുള്ളിൽ കമ്മീഷൻ ചെയ്യാൻ കഴിയുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഏറ്റവും കൂടുതൽ കനാലുകളുള്ള ഒരു മണ്ഡലമാണ് ആലപ്പുഴ. ഈ കനാലുകൾക്ക് കുറുകെ പാലങ്ങൾ നിർമ്മിക്കുക എന്നുള്ളത് അത്യന്താപേക്ഷിതമാണ്. 124 കോടി രൂപ ചെലവഴിച്ച് ജില്ലാ കോടതി പാലം, 62 കോടി രൂപ ചെലവഴിച്ച് പുന്നമട പാലം, 32 കോടി രൂപ ചെലവഴിച്ച് ശവക്കോട്ട പാലം. അതിൽ ശവക്കോട്ട പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് തുറന്നു കൊടുത്തു. ബാക്കി 2 പാലങ്ങളുടെ നിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞു. കനാലുകളുടെ നവീകരണ പ്രവർത്തനങ്ങൾ, ശുചീകരണ പ്രവർത്തനങ്ങൾ, കനാൽ കരകളുടെ സംരക്ഷണം, ഏതാണ്ട് 100 കോടിയോളം രൂപ ആലപ്പുഴയുടെ പൈതൃകം സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള മുസ്തരീസ്, ഇതെല്ലാം കൂടെ ചേർത്ത് 200 കോടിയോളം രൂപയാണ് ഈ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. വിനോദസഞ്ചാര മേഖലയിൽ നല്ല ഉണർവുണ്ടാക്കാനും ആലപ്പുഴയ്ക്ക് കൂടുതൽ മുന്നേറാനും കഴിയുന്നതാണ് തീരുമാനങ്ങൾ ഗവൺമെൻറ് എടുത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അക്കാര്യങ്ങൾ നടന്നു വരികയാണ്. MLA സൂചിപ്പിച്ചതുപോലെ ആലപ്പുഴയുടെ കുടിവെള്ള വിതരണ ശൃംഖല നവീകരിക്കാൻ 299 കോടി രൂപയുടെ പദ്ധതി കേരള വാട്ടർ അതോറിറ്റി നടപ്പാക്കുന്നു. അതോടൊപ്പം 96 കോടി രൂപ ചെലവിൽ കനാലുകളിലെ ജലഗതാഗതം ആധുനികവൽക്കരിക്കുകയും കനാൽ തീരങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്നു. നഗരത്തിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ ജില്ലാ കോടതി പാലം 120 കോടി, കൊമ്മാടി പാലം 32 കോടി, പുന്നമട പാലം 57 കോടി എന്നിവയുടെ നിർമ്മാണവും പുരോഗമിക്കുന്നു. ഒപ്പം 90 കോടിയിലധികം രൂപയുടെ റോഡ് നവീകരണ പ്രവർത്തനങ്ങളും തീരദേശ ഹൈവേയുടെ നിർമ്മാണവും യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തും. ആലപ്പുഴയുടെ തീരദേശ ജനതയുടെ സുരക്ഷയും മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനവും ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. തീരസംരക്ഷണത്തിനായി നടപ്പാക്കുന്ന പദ്ധതികളെക്കുറിച്ച് ഏറെക്കാലത്തെ ആവശ്യമായ ചെത്തി ഫിഷിംഗ് ഹാർബറിനെക്കുറിച്ചും ശ്രീ PP ചിത്തരഞ്ജൻ പറയുന്നു. തീരദേശ മേഖലയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള തീരസംരക്ഷണ പദ്ധതി, ടെട്രാപോഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള തീരസംരക്ഷണ പദ്ധതി
ഏതാണ്ട് 91 കോടിയോളം രൂപ ചെലവഴിച്ച് തീരദേശത്തെ സംരക്ഷിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുകയാണ്. മത്സ്യത്തൊഴിലാളി മേഖലയിൽ ഈ ജില്ലയിൽ പ്രവർത്തിക്കുന്നൊരു ഫിഷിംഗ് ഹാർബറില്ല. ഇപ്പോൾ ഏതാണ്ട് 130 കോടിയോളം രൂപ ചെലവ് വരുന്ന ചെത്തിയിലെ ഫിഷിംഗ് ഹാർബർ, അതിൻ്റെ പ്രവർത്തനവും ഏകദേശം 60% പൂർത്തിയായി. ബാക്കി അതിവേഗത്തിൽ പൂർത്തീകരിക്കാനാണ് ബന്ധപ്പെട്ടവർ തീരുമാനിച്ചിട്ടുള്ളത്. കടലാക്രമണം രൂക്ഷമായ കാട്ടൂർ, ഒറ്റമശ്ശേരി, പൊള്ളത്തൈ, കക്കാഴം, നെല്ലാനിക്കൽ തുടങ്ങിയ തീരപ്രദേശങ്ങളിൽ 150 കോടിയിലധികം രൂപ ചെലവഴിച്ച് പുലിമുട്ടകൾ നിർമ്മിച്ച് തീരം സംരക്ഷിക്കുന്നു. മത്സ്യത്തൊഴിലാളികളുടെ സ്വപ്ന പദ്ധതിയായ ചെത്തി ഫിഷിംഗ് ഹാർബർ 97 കോടി രൂപ ചെലവിൽ യാഥാർത്ഥ്യമാവുകയാണ്. ആരോഗ്യരംഗത്ത് വലിയ മുന്നേറ്റമാണ് ആലപ്പുഴയിൽ നടക്കുന്നത്. മികച്ച ചികിത്സാ സൗകര്യങ്ങളോടൊപ്പം ആരോഗ്യവകുപ്പിന്റെ അഭിമാന സ്ഥാപനമായ KSDPയുടെ വളർച്ചയും പുതിയ ആശുപത്രികളുടെ നിർമ്മാണവും ആലപ്പുഴയ്ക്ക് മുതൽക്കൂട്ടാണ്. ആലപ്പുഴയിലെ KSDP ആണ് നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പിൻ്റെ അടുക്കള എന്നറിയപ്പെടുന്നത്. അവിടെ നിർമ്മിക്കുന്ന വളരെ ഗുണമേന്മയുള്ള മരുന്നുകൾ അതിന് നല്ല മാർക്കറ്റാണ്. അവിടെ ക്യാൻസർ രോഗത്തിനുള്ള മരുന്ന് നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ഏതാണ്ട് 120 കോടിയോളം രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള ഓങ്കോളജി പാർക്ക്, അതിൻ്റെ പ്രവർത്തനവും അധികം വൈകാതെ ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്ഥലവും മറ്റു കാര്യങ്ങളും എല്ലാം പൂർത്തീകരിച്ചു. ആ പദ്ധതി 100 കണക്കിന് പേർക്ക് തൊഴിലും കൂടെ കിട്ടാൻ പോകുന്നൊരു വലിയ പദ്ധതിയാണ്. അതുപോലെ തന്നെയാണ് ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴയിലെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെടാൻ. ജനറൽ ആശുപത്രി ആലപ്പുഴ നഗരത്തിൻ്റെ 25 വാർഡും അമ്പലപ്പുഴ മണ്ഡലത്തിൻ്റെ 27 വാർഡും അടങ്ങുന്നതാണ്. ആ ആശുപത്രി ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെടുകയുണ്ടായി. 100 കോടി രൂപയുടെ മുകളിൽ ചെലവഴിച്ചുകൊണ്ടാണ് 7 നിലയുള്ള മനോഹരമായ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. ആലപ്പുഴ മണ്ഡലത്തിൽ തന്നെ ഏതാണ്ട് 101 കോടി രൂപ ചെലവഴിച്ചാണ് താലൂക്ക് ആശുപത്രി ചെട്ടിക്കാട് അതിൻ്റെ നിർമ്മാണം നടന്നു വരുന്നു. ഏതാണ്ട് പകുതി 50% മുകളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. സംസ്ഥാനത്തിന് ആവശ്യമായ മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ആരോഗ്യവകുപ്പിന്റെ അടുക്കള എന്നറിയപ്പെടുന്ന KSDPയിൽ 62 കോടി രൂപ ചെലവിൽ കിഫ്ബി സഹായത്തോടെ ഓങ്കോളജി പാർക്ക് സ്ഥാപിക്കുന്നത് ക്യാൻസർ ചികിത്സാ രംഗത്ത് വലിയ മുതൽക്കൂട്ടാകും. അതോടൊപ്പം ചെത്തിക്കാട് താലൂക്ക് ആശുപത്രി 101 കോടി, ഹൃദ്രോഗ ചികിത്സയ്ക്കുള്ള കാത്ത് ലാബ് 80 കോടി, ഡയാലിസിസ് സെന്ററുകൾ 50 കോടി എന്നിവയും ആരോഗ്യ മേഖലയെ ശക്തിപ്പെടുത്തുന്നു. ഏതെങ്കിലും ഒരു മേഖലയിൽ ഒതുങ്ങുന്നതല്ല ആലപ്പുഴയുടെ വികസനം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതു മുതൽ മത്സ്യ മാർക്കറ്റുകൾ നവീകരിക്കുന്നതുവരെ സമസ്ത മേഖലകളിലും വികസനത്തിന്റെ സ്പർശമെത്തിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. സ്കൂളുകളുടെ നിർമ്മിക്കുന്നതിന് വേണ്ടി നിരവധി സ്കൂളുകൾക്ക് കിഫ്ബിയുടെ ധനസഹായത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച് ഇപ്പോൾ അതെല്ലാം പൂർത്തീകരിച്ച് നല്ല നിലയിൽ അധ്യയനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു. കായിക മേഖലയിൽ ഒരു പുത്തൻ കുതിപ്പുണ്ടാക്കാൻ കഴിയുന്ന നിലയിൽ തന്നെ ഇൻഡോർ സ്റ്റേഡിയങ്ങൾ അതെല്ലാം ഈ കിഫ്ബി വന്നതിൻ്റെ ഫലമായിട്ടാണ് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതാണ്ട് 2,44,00,000 രൂപ ചെലവഴിച്ചുള്ള 2 ആധുനിക ഫിഷ് മാർക്കറ്റുകൾ
അത് ആലപ്പുഴ മണ്ഡലത്തിൽ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുകയുണ്ടായി. MLA പറഞ്ഞതുപോലെ 75 കോടിയിലധികം രൂപയുടെ സ്കൂൾ നവീകരണ പദ്ധതികൾ, 8 കോടിയിലധികം രൂപയുടെ ഫിഷറീസ് വിദ്യാഭ്യാസ അടിസ്ഥാന സൗകര്യ വികസനം, 6 കോടിയിലധികം രൂപയുടെ മത്സ്യ മാർക്കറ്റ് നവീകരണം എന്നിവ നടക്കുന്നു. ഒപ്പം 80 കോടിയിലധികം രൂപയുടെ ആലപ്പുഴ പൈതൃക പദ്ധതി, 21 കോടിയുടെ ചെത്തി ബീച്ച് വികസനം, 23 കോടി രൂപയുടെ സ്റ്റേഡിയം റോവിംഗ് ട്രാക്ക് വികസനം എന്നിവയും നാടിന് മുതൽക്കൂട്ടാണ്. കിഫ്ബിയിലൂടെ നടപ്പാക്കുന്ന ഈ ബൃഹത് പദ്ധതികൾ ആലപ്പുഴയുടെ സമഗ്ര വികസനത്തിന് എങ്ങനെ അടിത്തറയിടുന്നുവെന്ന് PP ചിത്തരഞ്ജൻ സംഗ്രഹിക്കുന്നു. ഇന്നലെ വരെ ഒന്നും ഇവിടെ നടക്കില്ല, ആര് ഭരിച്ചാലും ഒന്നും നടക്കില്ല എന്നൊരു പ്രചരണമാണെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ കിഫ്ബിയുടെ വരവോടുകൂടി വലിയ ആത്മവിശ്വാസമാണ് ജനങ്ങളിൽ നിന്നുണ്ടാകുന്നത്. അസാധ്യമായതൊന്നുമില്ല എന്ന തിരിച്ചറിവാണ് അവർക്കുണ്ടാകുന്നത്. നമ്മുടെ നാട് ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള നല്ല ഒരിടപെടൽ കിഫ്ബിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ഞാൻ അവരെ മുക്തകണ്ഠം ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുവാൻ ഈ അവസരം ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ ഈ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾ കുറേ കൂടി കാര്യക്ഷമതയിലൂടെ പ്രവർത്തിച്ചാൽ നമുക്ക് ഈ ഗവൺമെൻറ്റിൻ്റെ കാലാവധിക്കുള്ളിൽ തന്നെ ഈ പദ്ധതികളെല്ലാം കമ്മീഷൻ ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആലപ്പുഴയുടെ വിനോദസഞ്ചാര മേഖലയിൽ, അതുപോലെ തന്നെ കായിക മേഖലയിൽ ഒക്കെ വൻ കുതിപ്പുണ്ടാക്കാൻ കഴിയുന്ന നിലയിലേക്കുള്ള പദ്ധതികളാണ് കിഫ്ബി മുഖാന്തരം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നാടിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനം അത് സാക്ഷാത്കരിക്കാൻ കഴിയുന്ന നിരവധിയാകുന്ന പദ്ധതികൾ കിഫ്ബി മുഖാന്തരം നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം നാടിൻ്റെ വളർച്ചയിൽ വലിയ പങ്കാണ് കിഫ്ബി എന്ന ഈ മഹത്തായ ധനകാര്യ സ്ഥാപനം വഹിച്ചിട്ടുള്ളത്. എൻ്റെ എല്ലാ നിലയിലുള്ള ആശംസകളും അതുപോലെ തന്നെ ഈ നാടിന് ലഭിച്ചിട്ടുള്ള ഈ പദ്ധതികളെല്ലാം അനുവദിച്ചു നൽകിയതിനുള്ള നന്ദിയും ഞാൻ രേഖപ്പെടുത്തുകയാണ്. കിഴക്കിൻ്റെ വെന്നീസിനെ കൂടുതൽ സുന്ദരിയാക്കുന്നതാണ് ഈ പദ്ധതികളെന്ന് നിസ്സംശയം പറയാം. ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താനും നാടിൻ്റെ സമഗ്ര പുരോഗതിക്കും വേണ്ടിയുള്ള ഈ വികസന യാത്രയിൽ സർക്കാർ എന്നും ആലപ്പുഴയിലെ ജനങ്ങൾക്കൊപ്പമുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത് പ്രകൃതി രമണീയമായ കായലും കടലും അതിരിടുന്ന ചിറയൻകീഴ് മണ്ഡലത്തിലേക്ക് സ്വാഗതം. ഈ മണ്ഡലം ഇപ്പോൾ വികസനത്തിൻ്റെ പാതയിലാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വിവിധ മേഖലകളിൽ നിരവധി വികസന പദ്ധതികളാണ് ഇവിടെ നടപ്പിലാക്കിയത്. ഈ പദ്ധതികളെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കാം. ഇത്തരം പദ്ധതികൾ മണ്ഡലത്തിന് എത്രത്തോളം പ്രയോജനകരമാണെന്ന് MLA V. ശശി വിശദീകരിക്കുന്നു. 949 കോടി രൂപയുടെ പദ്ധതികളാണ് ഇതുവരെയായി നടപ്പാക്കി വരുന്നത്. ഇതിൽ ഏതാണ്ട് പൂർണ്ണമായും പല പദ്ധതികളും പൂർത്തീകരിച്ചു കഴിഞ്ഞു. മറ്റ് പദ്ധതികൾ വരും ദിവസങ്ങളിൽ പൂർത്തിയാക്കും. ഇത് ആരോഗ്യ മേഖലയിൽ കുടിവെള്ള പദ്ധതികൾ, മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റുകൾ, പൊതുവിദ്യാഭ്യാസ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ, ഗതാഗതവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, പൊതുഗതാഗതം, അതുപോലെ തന്നെ തീരദേശ ജലപാത, തീരദേശ ഹൈവേ, അതിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടത്, സ്പോർട്സുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റുകൾ, സയൻസ് പാർക്കിൻ്റെ വികസനം, അതുപോലെ റെയിൽവേ ഓവർബ്രിഡ്ജ് തുടങ്ങിയ പദ്ധതികളാണ് കിഡ്ബി പ്രോജക്റ്റിൽ എൻ്റെ നിയോജകമണ്ഡലത്തിൽ നടപ്പാക്കിയിട്ടുള്ളത്. ഇത് മറ്റൊന്ന് ആരോഗ്യ മേഖലയിൽ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയുടെ വികസനമാണ്. അതിന് 73 കോടി രൂപയുടെ പ്രോജക്റ്റാണ് നടപ്പാക്കി വരുന്നത്. അത് ഈ വരുന്ന ഡിസംബർ ജനുവരി മാസങ്ങളിൽ അതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യാൻ കഴിയുന്ന അവസ്ഥയിലായിട്ടുണ്ട്, പുരോഗമിച്ചിട്ടുണ്ട്.
വെസ്റ്റ് കോസ്റ്റ് കനാൽ പദ്ധതിയുടെ ഭാഗമായി ചിറയൻകീഴിലെ പുനരധിവാസത്തിനും പുതിയ സ്ഥലങ്ങൾ കണ്ടെത്തുന്നതിനും 247 കോടി 20 ലക്ഷം രൂപയാണ് സർക്കാർ അനുവദിച്ചത്. കേരള വാട്ടർവേസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ലിമിറ്റഡാണ് ഇത് നടപ്പിലാക്കുന്നത്. പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. ഇതിനോടകം 2 കോടി 21 ലക്ഷം രൂപ വിതരണം ചെയ്തു കഴിഞ്ഞു. അടുത്തതായി ഫിഷറീസ് വകുപ്പിന്റെ പദ്ധതികൾ നോക്കാം. കടൽക്ഷോഭം ചിറയൻകീഴ് തീരദേശവാസികൾക്ക് എന്നും വലിയ ഭീഷണിയാണ്. ഇത് തടയുന്നതിന് 72 കോടി 41 ലക്ഷം രൂപയുടെ തീരസംരക്ഷണ ഭിത്തി പദ്ധതി നടപ്പിലാക്കുന്നു. കേരള സ്റ്റേറ്റ് കോസ്റ്റൽ ഏരിയ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡാണ് ഈ പദ്ധതിയുടെ നിർമ്മാണ ഏജൻസി. ഇതിനോടകം 24 കോടി 84 ലക്ഷം രൂപ വിതരണം ചെയ്തു. അതോടൊപ്പം മത്സ്യബന്ധന മേഖലയുടെ പ്രധാന കേന്ദ്രമായ മുതലപ്പുഴി ഹാർബറിനെ കുറിച്ചും MLA സംസാരിക്കുന്നു. കൂടാതെ ഒരു ഫിഷറീസ് മാർക്കറ്റ് കടയ്ക്കാവൂർ ഗ്രാമപഞ്ചായത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു. മുതലപ്പുഴി ഹാർബറിൻ്റെ തീരദേശം സംരക്ഷിക്കുന്നതിന് വേണ്ടി 26 കോടി രൂപയുടെ ഒരു പ്രപ്പോസൽ ഗവൺമെൻറ് അംഗീകരിച്ചു. അതിൻ്റെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഫിഷറീസ് വകുപ്പ് വിദ്യാഭ്യാസ മേഖലയിലും ശ്രദ്ധ കൊടുക്കുന്നു. തിരുവനന്തപുരം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് 4 കോടി 1 ലക്ഷം രൂപയുടെ പദ്ധതി നടപ്പിലാക്കുന്നു. കേരള സ്റ്റേറ്റ് കോസ്റ്റൽ ഏരിയ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് തന്നെയാണ് ഇതും നടപ്പിലാക്കുന്നത്. 2 കോടി 87 ലക്ഷം രൂപ ഇതിനോടകം നൽകിക്കഴിഞ്ഞു. മത്സ്യവിപണനം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഫിഷ് മാർക്കറ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ സ്ട്രെങ്തനിങ് പദ്ധതി വഴി 20 കോടി 27 ലക്ഷം രൂപയുടെ പദ്ധതി നടപ്പിലാക്കുന്നു. തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ, തൃശൂർ ജില്ലകളിലാണ് പദ്ധതി. കേരള സ്റ്റേറ്റ് കോസ്റ്റൽ ഏരിയ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡാണ് ഇതും നടപ്പിലാക്കുന്നത്. 1 കോടി 80 ലക്ഷം രൂപ വിതരണം ചെയ്തു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതികളിലേക്ക് വരുമ്പോൾ PPE മിഷൻ വഴി ഓരോ നിയോജക മണ്ഡലത്തിലെയും ഓരോ സ്കൂൾ വീതം അപ്ഗ്രേഡ് ചെയ്യുന്ന പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ 1ാം ഘട്ട പദ്ധതിക്ക് 15 കോടി രൂപ അനുവദിച്ചു. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷനാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 15 കോടി 81 ലക്ഷം രൂപ ഇതിനോടകം നൽകിക്കഴിഞ്ഞു. തിരുവനന്തപുരം ജില്ലയിലെ തന്നെ 3ാം ഘട്ട പദ്ധതി 1ാം ക്ലസ്റ്ററിന് 8 കോടി 79 ലക്ഷം രൂപ അനുവദിച്ചു. ഇതും കൈറ്റ് തന്നെയാണ് നടപ്പിലാക്കുന്നത്. 8 കോടി 10 ലക്ഷം രൂപ വിതരണം ചെയ്തു. പൊതുവിദ്യാഭ്യാസ രംഗത്ത് കൈവരിച്ച ഈ മുന്നേറ്റത്തെക്കുറിച്ച് MLA വിശദീകരിക്കുന്നു. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വലിയ വിപ്ലവകരമായ മാറ്റമാണ് ഈ കിഡ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് എൻ്റെ നിയോജകമണ്ഡലത്തിലെ മിക്കവാറും എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളും വലിയ നിലയിൽ ഹൈടെക് നിലവാരത്തിലേക്ക് വികസിപ്പിച്ചെടുക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. തോന്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂള്, ഇളമ്പ ഹയർ സെക്കൻഡറി സ്കൂള്, അതുപോലെ തന്നെ അഴൂർ പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അഴൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂള് തുടങ്ങിയ എൻ്റെ മണ്ഡലത്തിലെ എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകൾക്കും ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളുകളുടെയും അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് വിനിയോഗിച്ചിട്ടുണ്ട് കിഡ്ബിയിൽ നിന്ന്. ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ ശ്രദ്ധേയമായ പദ്ധതികൾ നോക്കാം. ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയുടെ വികസനത്തിന് 56 കോടി 84 ലക്ഷം രൂപയുടെ പദ്ധതി നടപ്പിലാക്കുന്നു. ഇങ്കൽ ലിമിറ്റഡ് തന്നെയാണ് നിർമ്മാണ ഏജൻസി. 29 കോടി 64 ലക്ഷം രൂപ ഇതിനോടകം നൽകിക്കഴിഞ്ഞു. ചിറയൻകീഴ് THQH ആശുപത്രിയിലേക്ക് ആവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങളും ആശുപത്രി ഫർണിച്ചറുകളും വാങ്ങുന്നതിന് പദ്ധതി ഉണ്ടെങ്കിലും തുക അനുവദിച്ചിട്ടില്ല. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡാണ് ഇത് നടപ്പിലാക്കുന്നത്. പദ്ധതി ഇപ്പോൾ പരിഗണനയിലാണ്. 140 നിയോജക മണ്ഡലങ്ങളിലും 10 ബെഡുകളുള്ള ഐസൊലേഷൻ വാർഡുകൾ നിർമ്മിക്കുന്നതിന് 236 കോടി 30 ലക്ഷം രൂപയുടെ പദ്ധതി നടപ്പിലാക്കുന്നു. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡാണ് ഇതിൻ്റെയും നിർമ്മാണ ഏജൻസി. 106 കോടി 76 ലക്ഷം രൂപ വിതരണം ചെയ്തു. ആരോഗ്യ മേഖലയിലെ ഈ മുന്നേറ്റങ്ങളെക്കുറിച്ച് MLA സംസാരിക്കുന്നു. മറ്റൊന്ന് ആരോഗ്യ മേഖലയിൽ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയുടെ വികസനമാണ്. അതിന് 73 കോടി രൂപയുടെ പ്രോജക്റ്റാണ് നടപ്പാക്കി വരുന്നത്. അത് ഈ വരുന്ന ഡിസംബർ ജനുവരി മാസങ്ങളിൽ അതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യാൻ
കഴിയുന്ന അവസ്ഥയിലായിട്ടുണ്ട്, പുരോഗമിച്ചിട്ടുണ്ട്. വ്യവസായ വകുപ്പിന്റെ പദ്ധതി നോക്കിയാൽ തിരുവനന്തപുരം തോന്നയ്ക്കലിലെ ലൈഫ് സയൻസ് പാർക്കിന്റെ 2ാം ഘട്ട വികസനത്തിന് റോഡും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കുന്ന പദ്ധതിയും പരിഗണനയിലാണ്. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പിന്റെ വലിയ പദ്ധതികൾ ചിറയൻകീഴിലുണ്ട്. ആലംകോട് മീരാംകടവ് അഞ്ചുതെങ്ങ് മുതലാപ്പുഴി റോഡ് മെച്ചപ്പെടുത്തുന്നതിന് 47 കോടി 11 ലക്ഷം രൂപ അനുവദിച്ചു. കേരള റോഡ് ഫണ്ട് ബോർഡ് തന്നെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 26 കോടി 11 ലക്ഷം രൂപ വിതരണം ചെയ്തു. ഈ പ്രധാന റോഡുകളെക്കുറിച്ചും തോന്നയ്ക്കൽ ബയോസയൻസ് പാർക്കിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും MLA സംസാരിക്കുന്നു. പിന്നെ ഏറ്റവും വലിയ ഒരു വികസന പ്രവർത്തനം നിയോജകമണ്ഡലം നടക്കുന്നത് തോന്നയ്ക്കൽ കേന്ദ്രീകരിച്ചുള്ള ബയോസയൻസ് പാർക്കിൻ്റെ വികസനമാണ്. അതിൻ്റെ അടിസ്ഥാന സൗകര്യത്തിന് വേണ്ടി 301 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെയും നിർമ്മാണ പ്രവർത്തനം, അടിസ്ഥാന സൗകര്യം നിർമ്മിക്കുന്നതിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. മുതലാപ്പുഴി വർക്കല നടയറ പാരിപ്പള്ളി റോഡ് മെച്ചപ്പെടുത്തുന്ന പദ്ധതിക്ക് 47 കോടി 53 ലക്ഷം രൂപ അനുവദിച്ചു. കേരള റോഡ് ഫണ്ട് ബോർഡ് തന്നെയാണ് ഇതും നടപ്പിലാക്കുന്നത്. 29 കോടി 38 ലക്ഷം രൂപ വിതരണം ചെയ്തു. ചിറയൻകീഴ് റോഡ് ഓവർ ബ്രിഡ്ജ് നിർമ്മാണത്തിന് 89 ലക്ഷം രൂപ അനുവദിച്ചു. റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് ആണ് നിർമ്മാണം നടത്തുന്നത്. 84 ലക്ഷം രൂപ വിതരണം ചെയ്തു. കായിക്കര പാലം, സ്പോർട്സ് കോംപ്ലക്സ് തുടങ്ങിയ മറ്റ് പ്രധാന നിർമ്മാണങ്ങളെക്കുറിച്ചും MLA വിശദീകരിക്കുന്നു. കൂടാതെ കായിക്കര പാലത്തിൻ്റെ നിർമ്മാണം ലാൻഡ് അക്വിസിഷൻ നടപടി പൂർത്തിയാക്കി പാലത്തിൻ്റെ നിർമ്മാണം ഉടനെ ആരംഭിക്കുന്നതാണ്. അതിനായി ഏതാണ്ട് 33 കോടി രൂപ അതിനുവേണ്ടി നീക്കിവെച്ചിട്ടുണ്ട്. ജീവിരാജ സെൻറ്റർ ഫോർ എക്സലൻസ് എന്ന് പറയുന്ന സ്പോർട്സ് കോംപ്ലക്സ് നിർമ്മിക്കുന്നതിന് വേണ്ടി 56 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പോകുന്നു. ആലങ്കോട് നിന്ന് മീരാങ്കട വരെയുള്ള ഒരു ദീർഘദൂര നീളത്തിലുള്ള ഒരു റോഡിൻ്റെ ആധുനിക രീതിയിലുള്ള റോഡ് നിർമ്മാണം ഏതാണ്ട് പൂർത്തിയാവുന്നു. 46 കോടി രൂപയാണ് അതിന് വേണ്ടി വിനിയോഗിക്കുന്നത്. രജിസ്ട്രേഷൻ വകുപ്പിന്റെ പദ്ധതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലെ മലയൻകീഴ്, കന്യാകുളങ്ങര, ചിറയൻകീഴ്, കാഞ്ഞിരംകുളം, നാവായിക്കുളം, തിരുവല്ലം, വർക്കല എന്നിവിടങ്ങളിൽ സബ് രജിസ്ട്രാർ ഓഫീസുകൾ നിർമ്മിക്കുന്നതിന് 10 കോടി 1 ലക്ഷം രൂപ അനുവദിച്ചു. കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് നിർമ്മാണ ഏജൻസി. 5 കോടി 26 ലക്ഷം രൂപ വിതരണം ചെയ്തു. പട്ടികജാതി വികസന വകുപ്പിന്റെ പദ്ധതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തോന്നയ്ക്കലിൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ നിർമ്മിക്കുന്നതിന് 16 കോടി 95 ലക്ഷം രൂപ അനുവദിച്ചു. കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് നിർമ്മാണം നടത്തുന്നത്. 12 കോടി 79 ലക്ഷം രൂപ വിതരണം ചെയ്തു. ജലവിഭവ വകുപ്പിനും മണ്ഡലത്തിൽ സുപ്രധാന പദ്ധതികളുണ്ട്. മുതാക്കൽ പഞ്ചായത്തിലെ കുടിവെള്ള പദ്ധതി വികസിപ്പിക്കുന്നതിന് 40 കോടി 7 ലക്ഷം രൂപ അനുവദിച്ചു. കേരള വാട്ടർ അതോറിറ്റിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 71 ലക്ഷം രൂപ വിതരണം ചെയ്തു. ചിറയൻകീഴ് നിയോജക മണ്ഡലത്തിലെ തീരദേശ പഞ്ചായത്തുകളിൽ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുന്നതിന് 19 കോടി 86 ലക്ഷം രൂപ അനുവദിച്ചു. കേരള വാട്ടർ അതോറിറ്റി തന്നെയാണ് ഇതും നടപ്പിലാക്കുന്നത്. 16 കോടി 17 ലക്ഷം രൂപ വിതരണം ചെയ്തു. അതുപോലെ തന്നെ 2 കുടിവെള്ള പദ്ധതികൾ എൻ്റെ നിയോജകമണ്ഡലത്തിൽ നടപ്പാക്കുന്നു. ഒന്ന് ചിറയൻകീഴ് കുടിവെള്ള പദ്ധതി, അത് ഏതാണ്ട് 20 കോടി രൂപ കിഡ്ബിയിൽ നിന്നും അനുവദിച്ചു. അതിൻ്റെ പദ്ധതി നടത്തിപ്പ് ഏതാണ്ട് പൂർത്തിയാക്കി കഴിഞ്ഞു. മുതാക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി 40 കോടി രൂപയുടെ ഒരു പ്രപ്പോസൽ ഗവൺമെൻറ് അംഗീകരിച്ചു. അതിൻ്റെ നടപടികൾ മുന്നോട്ട് പുരോഗമിക്കുകയാണ്. കിഫ്ബിയുടെ ധനസഹായത്തോടെ തീരദേശ ഹൈവേയുടെ നിർമ്മാണം ചിറയൻകീഴിൽ പുരോഗമിക്കുകയാണ്. പള്ളിത്തുറ മുതൽ വർക്കല 1-ാം പാലം വരെയുള്ള റോഡിനാണ് 135 കോടി 59 ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്നത്. കേരള റോഡ് ഫണ്ട് ബോർഡാണ് ഇതും നടപ്പിലാക്കുന്നത്. 78 ലക്ഷം രൂപ വിതരണം ചെയ്തു. തീരദേശ ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള പുനരധിവാസത്തിനും സ്ഥലം ഏറ്റെടുക്കുന്നതിനും 194 കോടി 13 ലക്ഷം രൂപ അനുവദിച്ചു. കേരള സ്റ്റേറ്റ് കോസ്റ്റൽ ഏരിയ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന ഇത്തരം ബൃഹത് പദ്ധതികളെ ജനം എങ്ങനെ കാണുന്നുവെന്ന് MLA വ്യക്തമാക്കുന്നു. ഇങ്ങനെ ആരോഗ്യ മേഖലയിലും പിന്നെ റെയിൽവേ ഓർബിറ്റ് നിർമ്മിക്കുന്ന കാര്യത്തിലായാലും സ്പോർട്സിൻ്റെ കാര്യത്തിലായാലും ഗതാഗത രംഗത്തും മത്സ്യബന്ധന
ബന്ധപ്പെട്ടതും രംഗത്തുമൊക്കെ ഇത് ഈ രീതിയിൽ ഒരുപാട് പുരോഗതികൾ കൈവരിക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള പ്രോജക്റ്റുകളാണ് നടപ്പാക്കിയിട്ടുള്ളത്. അത് ഈ വരുന്ന ജനുവരി മാസത്തോടുകൂടി ഈ പറയുന്ന എല്ലാ പ്രോജക്റ്റുകളും ഏറെക്കുറെ പൂർത്തിയാക്കാൻ സാധിക്കും. ഇത് എൻ്റെ നിയോജകമണ്ഡലത്തിൽ ഒരു സമഗ്ര വികസനം, ഇതുവരെ നടക്കാത്ത രീതിയിലുള്ള വലിയൊരു വികസനമാണ് കിഡ്ബി പദ്ധതിയിലൂടെ നടപ്പാക്കാൻ സാധിച്ചിട്ടുള്ളത്. അത് പ്രത്യക്ഷത്തിൽ ജനങ്ങളിടയിൽ വലിയ മതിപ്പുളവാക്കിയിട്ടുള്ള പദ്ധതികളാണ് ഇവയെല്ലാം. ഇത് കൂടുതൽ ജനങ്ങൾക്ക് പ്രയോജനകരമായ പദ്ധതികളാണ്. വർഷക്കാലം കാത്തിരിക്കുന്ന പല പദ്ധതികളും നടപ്പാക്കാൻ സാധിച്ചത് ഈ കിഡ്ബി പദ്ധതിയിലൂടെയാണ് എന്നുള്ളതാണ് ഇത് ഏറ്റവും വലിയ മഹത്തായ കാര്യം. ഈ റെയിൽവേ ഓവർബ്രിഡ്ജൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ജനങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു പ്രോജക്റ്റാണ്. അത് കിഡ്ബി എന്ന് പറയുന്ന ഈ പദ്ധതി സംവിധാനം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് അതിപ്പോൾ യാഥാർത്ഥ്യമാക്കി അത് പൂർത്തിയാക്കാൻ നമുക്ക് സാധിച്ചത്. അതുപോലെ തന്നെ ആശുപത്രിയുടെ വികസന രംഗത്തായാലും ജനങ്ങൾ ആഗ്രഹിച്ച ഒരു ചിരകാലം ആഗ്രഹിച്ച സ്വപ്നങ്ങളാണ് ഈ പദ്ധതിയിലൂടെ ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത്. തീർച്ചയായും കിഡ്ബി പദ്ധതികൾ കൊണ്ട് നാടിനും നാട്ടാർക്കും ഒക്കെ പ്രയോജനം ചെയ്യുന്ന വലിയ ഒരു ആശയം യാഥാർത്ഥ്യമാക്കി തീർത്തു. ചിറയൻകീഴ് മണ്ഡലത്തിലെ വിവിധ വകുപ്പുകളിലായി നടപ്പിലാക്കുന്ന ഈ വികസന പദ്ധതികൾ മണ്ഡലത്തിന്റെ മുഖച്ഛായ മാറ്റുന്നതിനും ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും വലിയ തോതിൽ സഹായിക്കും. നാടിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള ഈ യാത്രയിൽ ഇനിയും നിരവധി പദ്ധതികൾ വരാനിരിക്കുന്നു. വികസന വീതിയിൽ വിജയ കേരളത്തിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റു മണ്ഡലങ്ങളിലെ വികസനങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.